ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചില കൺഫ്യൂസിങ് ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ചില സെൻറ്റൻസുകൾ തന്നിട്ട് ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഇത് ആരാണ് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്, ഇത് ആരാണ് മേക്കപ്പ് ചെയ്യുന്നത്, അതേപോലെ അങ്ങനെയുള്ള ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി തന്നിട്ട് അത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പലപ്പോഴും അതിലെന്താണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചെങ്കിലും ഇതെന്താണ് ആരുടേതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരസ്പരം മാറിപ്പോകാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് കമ്മിറ്റിയാണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ എന്താണ് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത്? ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 28 നമ്മൾ എന്തെന്ന് പറയുന്നത് മാനേജിങ് കമ്മിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 28 മാനേജിങ് കമ്മിറ്റീനെ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്നുള്ളത്. സെക്ഷൻ 28. അപ്പോൾ ഈ മാനേജിങ് കമ്മിറ്റിയെ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? ജനറൽ ബോഡിയാണ് നമ്മുടെ മാനേജിങ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. എത്ര വർഷത്തേക്കാണ്? 5 ഇയേഴ്സിലേക്കാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വണ്ണാണ് ടു ഫോർമുലേറ്റ് പ്ലാൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുക. മാറിപ്പോയത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് വണ്ണാണ് ടു ഫ്രെയിം പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയർ ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഗോൾ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോർമുലേറ്റ് പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ പോളിസീസ് ഉണ്ടാക്കിയെടുക്കുക, പ്രോഗ്രാംസ് ഉണ്ടാക്കിയെടുക്കാം, പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മാനേജിങ് കമ്മിറ്റീസിൻ്റെ ഫങ്ഷനാണ് 4Ps എന്ന് പറയുന്നത്. 4Ps എന്താണ് 4Ps? പ്ലാൻസ്, പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയർ. 4Ps അതായത് മാനേജിങ് കമ്മിറ്റി ഈക്വൽ ടു 4Ps. എന്തൊക്കെയാണ് 4Ps? പ്ലാൻസ് ഉണ്ടാക്കുക, പോളിസീസ് ഉണ്ടാക്കുക, പ്രോഗ്രാംസ് ഉണ്ടാക്കുക, പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾ BCom പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ MCom സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ 4Ps പഠിക്കുന്നതാണ്. അത് 7Ps 8Ps ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കോർപ്പറേഷനിൽ നമുക്ക് എന്തുണ്ട്? ഒരു 4Ps പഠിക്കാനുണ്ട്. എന്തിൻ്റെയാണ് 4Ps എന്ന് പറയുന്നത്? മാനേജിങ് കമ്മിറ്റിയുടെ 4Ps എന്തൊക്കെയാണ്? പ്ലാൻസ് ഉണ്ടാക്കുക, പോളിസീസ് ഉണ്ടാക്കുക, പ്രോഗ്രാംസ് ഉണ്ടാക്കുക, പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ആരുടെ ഡ്യൂട്ടീസാണ്? ആരുടെ ഫങ്ഷനാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷനാണ്. നെക്സ്റ്റ് എന്താണ്? ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ സക്സസ്ഫുൾ വർക്കിംഗ്. പിന്നെ എന്താ ഉണ്ടാക്കുക? പ്ലാൻസും പോളിസീസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻസ് പോളിസീസൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ? ആ വർക്ക് ചെയ്യാൻ എന്ത് വേണം? നമുക്ക് ഒരു സ്ട്രക്ചർ വേണം. ആരൊക്കെയാണ് ടോപ്പ് ലെവലിലുള്ളത്, ആരൊക്കെയാണ് ലോവർ ലെവൽ, മിഡിൽ ലെവൽ, നമുക്കൊരു സ്ട്രക്ചർ വേണം. അപ്പോൾ നെക്സ്റ്റ് ആണ് ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബിൽഡപ്പ് ചെയ്യുക ആൻഡ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ സക്സസ്ഫുൾ വർക്കിംഗ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതായത് സ്ട്രക്ചർ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത്? പ്രോപ്പർ ക്ലൈമറ്റ് വർക്കിംഗ് സക്സസ്ഫുൾ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് ആണ് ടു ടേക്ക് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ആൻഡ് ഓൾസോ റെൻഡർ ഡയറക്ഷൻ ആൻഡ് ഗൈഡൻസ് ഫോർ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസിഷൻ. നമ്മൾ പ്ലാൻസും പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാക്കി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കി, അതേപോലെ ക്ലൈമറ്റ് ഉണ്ടാക്കി, പ്രോപ്പറായിട്ടുള്ള ക്ലൈമറ്റ് വർക്കിങ്ങിന് ആവശ്യമായിട്ട് ക്ലൈമറ്റ് ഉണ്ടാക്കി. പക്ഷേ ഈ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിൻ്റെ ക്ലൈമറ്റിന് എന്താവശ്യമാണ്? അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് ആവശ്യമാണ്. ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാക്കണം എന്ന് വേണം. പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസും ഗൈഡൻസും വേണം. അവ എന്താണ്? പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെന്താണ്? ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. സോ ഈ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ നേരിട്ട് കൊണ്ടുപോകുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ ആൻഡ്
അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ടു കോർഡിനേറ്റ് ദ വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി, ടു കോർഡിനേറ്റ് ദ വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വാരിയസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് മാനേജിങ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ നമുക്കതിനെ കണക്ട് ചെയ്ത് പഠിക്കാം. 4 P's ഓഫ് മാനേജിങ് കമ്മിറ്റി എന്തൊക്കെയാണ്? 4 P's എന്ന് പറയുന്നത് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുക, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ഇവയൊക്കെ ഫോർമുലേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിലി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. അത് മാത്രമല്ല, അതായത് പ്രോപ്പറായിട്ട് ഡയറക്ഷൻസും ഗൈഡൻസും കൊടുക്കണം. അത് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ വർക്കും എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യണം. അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഇതാണ് ഫങ്ഷൻസ്. ഇപ്പം നമ്മൾ പഠിച്ചതാണ് ഫങ്ഷൻസ് ഓഫ് ദി മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. ഇനി ഇതേപോലെ എന്താണ്? പവേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി ഉണ്ട്. പവേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി. അപ്പോൾ അത് രണ്ടും മാറാൻ വേണ്ടി പാടില്ല. ഫങ്ഷൻസ് ഓഫ് മാനേജിങ് കമ്മിറ്റിയിലാണ് നമ്മൾ 4 P'സും അതേപോലെ എന്താണ് ക്ലൈമറ്റ് അവർക്ക് ഒരുക്കുക, പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഡയറക്ഷൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇനി പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സ്, മാനേജ് ചെയ്യണം അല്ലേ? മാനേജിങ് കമ്മിറ്റിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്? മാനേജ് ചെയ്യണമെങ്കിൽ ഓഫീസിൽ ആര് വേണം? എംപ്ലോയീസ് വേണം അല്ലേ? ഓഫീസ് ബിയറേഴ്സ് വേണം. അപ്പോൾ ഈ ഓഫീസ് ബിയറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട് ചെയ്യണം. അപ്പോൾ ഓഫീസ് ബിയറേഴ്സിനെ ഇലക്ട് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ പവറായിട്ട് പറയുന്നത്. ഓഫീസ് ബിയറേഴ്സിനെ ഇലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പവറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഷെയർസ്. മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക. മെമ്പേഴ്സിനെ മാനേജ് ചെയ്യണമെങ്കിൽ ആരെയാണ് മാനേജ് ചെയ്താൽ? വെറുതെ ഒരു സൊസൈറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതിന് എന്ത് വേണം? മെമ്പേഴ്സ് വേണം. അതേപോലെ ക്യാപിറ്റൽ വേണം. അപ്പോൾ എന്താണ്? അഡ്മിഷൻസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോക്കേഷൻസ് ഓഫ് ഷെയർസ്. നെക്സ്റ്റ് ആണ് നമ്മൾ അലോക്കേഷൻ ഓഫ് ഷെയർസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർസ് യൂസ് ചെയ്തത്. അതേപോലെ ഫണ്ട് നമ്മൾ റേസ് ചെയ്യണം. ക്യാപിറ്റൽ നമ്മൾ അതായത് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഫണ്ട് നമ്മൾ റേസ് ചെയ്യണം ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ്. പിന്നെന്താ നമ്മൾ കൺവെൻറ്റ് ചെയ്യേണ്ടത്? ടു കൺവെൻറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം? കൺവെൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു മാനേജിങ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ജനറൽ ബോഡിയാണ്. സോ ഈ ജനറൽ ബോഡി കൺവെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്ത് വേണം? നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നു, അതേപോലെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അതുപോലെ ലോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ക്രോഡീകരിക്കാൻ നമുക്ക് എന്ത് വേണം? അക്കൗണ്ട്സ് വേണം അല്ലേ? ടു അറേഞ്ച് ദ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമ്മൾ മെമ്പേഴ്സിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തു, ഓഫീസ് ബിയറേഴ്സിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തു, അവരിങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. ടു അപ്പോയിൻറ്റ് ആൻഡ് കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ആണ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റീസ്. ജനറൽ ബോഡി കൺവെൻറ്റ് ചെയ്യണം, സബ് കമ്മിറ്റീസും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ എന്താണ്? മെമ്പേഴ്സ് ഷെയർസ് എടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ഷെയർസിന് വേണ്ടി ചിലപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടു സാങ്ഷൻ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് സാങ്ഷൻ കൊടുക്കുക. അതേപോലെ വിഡ്രോവൽ ഓഫ് ഷെയർസ് ഇതിനൊക്കെ എന്ത് ചെയ്യണം? പെർമിഷൻ കൊടുക്കണം.
പിന്നെന്താണ് ടു ഡിസൈഡ് ഹൗ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട് ഓഫ് ദി സൊസൈറ്റി, അതായത് ഓർമ്മിക്കുക ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഹൗ ടു റേസ് ഫണ്ട് ഓഫ് ദി സൊസൈറ്റി അല്ലെങ്കിൽ ഹൗ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നതും ഡിസൈഡ് ചെയ്തതാരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ വേണം? അവിടെ വേണ്ടത് ഓഫീസ് ബിയറേഴ്സ് വേണം, അതേപോലെ നമുക്ക് ഡെപ്പോസിറ്റ്സ് വേണം, അതേപോലെ ജനറൽ ബോഡി ഉണ്ടായിരിക്കണം, സബ് കമ്മിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി ഇവയൊക്കെ വാങ്ങിക്കൂട്ടിയാൽ മതിയോ? പോരാ. അതിന് വേണം പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഷെയർസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫറും വിഡ്രോവലും ഉണ്ടാവും. പിന്നെ അതേപോലെ ഫണ്ടിൻ്റെ കേസ് വരുമ്പോൾ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ഈ ഇങ്ങനെ ഡെയിലി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് മാനേജിങ് കമ്മിറ്റിയാണ്. പിന്നെ എന്താണ്? ടു റിസോൾവ് ഓഫ് ഫയൽ ആർബിട്രേഷൻ കേസസ് എഗെയിൻസ്റ്റ് ഡിഫോൾട്ടിംഗ് മെമ്പേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി. അതായത് സൊസൈറ്റിക്ക് എതിരെയുള്ള എന്തെങ്കിലും ആർബിട്രേഷൻ കേസസ്, ഡിഫാൾട്ടിങ്ങോ അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്, അത് സോൾവ് ചെയ്യുക. ദെൻ കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി റിപ്പോർട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ പവേഴ്സിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജിങ് കമ്മിറ്റി. സോ ഹിയർ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സിനെ ഇലക്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് മാനേജ് ചെയ്യാൻ വേണ്ടി ഓഫീസ് ബിയറേഴ്സ് വേണം, നമുക്ക് ഫണ്ട് വേണം അല്ലേ. അലോക്കേഷൻ ഓഫ് ഷെയർസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതായത് മെമ്പേഴ്സ് വേണം, അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോക്കേറ്റിംഗ് ഷെയർസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ എന്താണ് അതിൻ്റെ സാങ്ഷൻസ് നമ്മൾ ശരിയാക്കി കൊടുക്കണം, ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കണം, വിഡ്രോവൽ ഓഫ് ഷെയർസ്, ഇത് രണ്ടും അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഫണ്ട് നമ്മൾ റേസ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ്. അപ്പോൾ ഹൗ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യണം. ഇനി ജനറൽ ബോഡിയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്. സോ ജനറൽ ബോഡി കൺവെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ സബ് കമ്മിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി ഇവരെ ഓഫീസ് ബിയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട് ചെയ്തു. ദെൻ അത് നടത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ദെൻ അതേപോലെ ആർബിട്രേഷൻ കേസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീഡിങ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ചിട്ട് കുറച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29 എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 6 മന്ത്സിൽ നടക്കേണ്ട കാര്യമാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഒരു വർഷത്തിൻ്റെ അവസാനം അല്ല, അതിൻ്റെ 6 മന്ത്സ് മുൻപ് നമ്മൾ കൂടുന്ന മീറ്റിംഗാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ എന്താണ്? നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്കമിങ് ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യും. കോമൺ ആണ്. അപ്രൂവൽ ഓഫ് ദി ബഡ്ജറ്റ് ഫോർ ദി എൻഷുറിങ് ഇയർ മീൻസ് അപ്കമിങ് ഇയേഴ്സ്. അതായത് അപ്കമിങ് ഇയേഴ്സിലേക്കുള്ള വരുന്ന വർഷങ്ങളിലേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യും? അപ്രൂവൽ ചെയ്യും. അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. ഇനി ഏതെങ്കിലും കമ്മിറ്റി മെമ്പേഴ്സോ വിഡ്രോവൽ ചെയ്തിട്ടുണ്ടോങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റീസ് അവിടുന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കാലാവധിയോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി എന്തെങ്കിലും കേസിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു വർഷം ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടും അല്ലേ. അതേപോലെ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ കൺസിഡർ ചെയ്യണം? കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ദ റിപ്പോർട്ട് ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻസ് ഓഫ് ദ കമ്മിറ്റി ദർ ഓൺ ദ annual report. The review operational deficit, loss if any, and a program to reduce such a deficit. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു എന്താണ് ഓപ്പറേഷണൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്കമിങ് ഇയേഴ്സിൽ അതെങ്ങനെ ശരിയാക്കാം എന്ന് പറയുന്നത് അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ എന്താണെന്ന് പറയുന്നത്? അത് അപ്രൂവൽ ഓഫ് ദ പ്രോഗ്രാം ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി പ്രിപ്പയർഡ് ബൈ ദ കമ്മിറ്റി ഫോർ ദ എൻഷുറിങ് ഇയർ. ഇവിടെ ശ്രദ്ധിക്കുക, എൻഷുറിങ് ഇയർ ഉണ്ട്, അപ്കമിങ് ഇയേഴ്സ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്കമിങ് ഇയേഴ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. അതേപോലെ ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ? ആനുവൽ റിപ്പോർട്ട്, റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എനി സബ്സിഡിയറി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതും ആരാണ് ചെയ്യുന്നത്? ചെയ്തു കൊടുക്കുന്നത്? അതായത് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗാണ്. ദെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് ആനുവൽ ജനറൽ ബോഡി
മീറ്റിംഗ് ആണ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ വെന്യൂ. അതേപോലെ എന്തെങ്കിലും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡേറ്റും അതേപോലെ എന്താണ് ജനറൽ ബോഡിയുടെ ഡേറ്റൊക്കെ പിന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്നവരാണ് ഈ ആനുവൽ ജനറൽ ബോഡിയാണ്. ഇനി അതർ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ പേഴ്സൺസ് ഫോർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ദെൻ മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് അവസാനം ആനുവലിൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലും കൂടിയും ആരുടെ ഡ്യൂട്ടിയാണ്? ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ്. കൺസിഡറേഷൻ ഓഫ് എനി അതർ മാറ്റേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള മാറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ആനുവൽ, ഒരു വർഷാവസാനം, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷാവസാനം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു മീറ്റിങ്സ് ആണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, നമ്മളൊരു സിംഗിൾ ഓണർ അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സോ അതൊക്കെ ചെയ്യാനുള്ള ഒരു മീറ്റിംഗ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ സെക്ഷൻ 29 പ്രകാരം വിളിക്കും. അതെന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇയർ, അതായത് ആ ഒരു ഇതിന് 6 months ബിഫോറാണ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് 6 months ബിഫോറാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്കമിങ് ഇയേഴ്സിലേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതേപോലെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഏതെങ്കിലും കമ്മിറ്റി പോയിട്ടുണ്ടെങ്കിൽ, കമ്മിറ്റി മെമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതിനൊരു ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്നതാണല്ലോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇനി എന്തെങ്കിലും ഡെഫിസിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മന്തിലേക്ക് ശരിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അമെൻമെൻറ്റ് ഓഫ് ബൈലോസിന് അപ്കമിങ് ഇയേഴ്സിലേക്ക് എന്തെങ്കിലും അമെൻമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. ഈസി അല്ലേ? നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ പ്രസിഡൻറ്റ്. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ പവേഴ്സുകൾ. പ്രസിഡൻറ്റിന് കുറേ പവേഴ്സുകളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എൻഷുർ ജനറൽ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ജനറൽ കൺട്രോൾ, പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജനറലായിട്ട് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. എന്തിൻ്റെ മുകളിലാണ്? അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ അഫയേഴ്സിൽ നമ്മൾ ജനറൽ കൺട്രോളും സൂപ്പർവൈസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. ദെൻ ആസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് മാനേജിങ് കമ്മിറ്റി ഹി ഹാസ് ടു റെൻഡർ ഡയറക്ഷൻ ആൻഡ് ഗൈഡൻസ് ഇൻ ദ പോളിസി മാറ്റേഴ്സ്. അപ്പം നമ്മൾ മാനേജിങ് കമ്മിറ്റിയുടെ വൺ ഓഫ് ദ പവേഴ്സാണ് പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ പോളിസി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. അതോർത്ത് വെക്കുക, പ്രസിഡൻറ്റ് പോളിസി മേക്കിംഗ്. ദെൻ ടു പ്രിസൈഡ് ഓവർ ദ മീറ്റിങ്സ്, എല്ലാ മീറ്റിങ്സൊക്കെ പ്രിസൈഡ് ഓവർ ചെയ്യുന്നവരാണ് പ്രസിഡൻ്റ്. നമുക്കറിയുന്ന കാര്യമാണ്. അതിൻ്റെ മീറ്റിംഗ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുക എന്നതും ഈ പറയുന്ന പ്രസിഡൻറ്റിൻ്റെ ഇതാണ്, പവറാണ്. To lead discussion in such meetings to ensure that the appropriate decision is taken on the issues. To lead discussion in such meetings and to ensure that the appropriate decision are taken on the issues. അതായത് മീൻസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അതേപോലെ ടു എക്സൈസ് കാസ്റ്റിംഗ് വോട്ട് ഇൻ കേസ് ഓഫ് ഈക്വാലിറ്റി ഓഫ് വോട്ട്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരം, അതായത് വോട്ടിങ്ങിൽ വോട്ട് ഈക്വൽ ആണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ടു എക്സസൈസ് കാസ്റ്റിംഗ് വോട്ട്. അതേപോലെ അതായത് പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു കാരണവരെ പോലെയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് പഠിക്കുക. അതേപോലെ ടു എൻഷുർ ദ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. രജിസ്റ്റേഴ്സും റെക്കോർഡ്സൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് കറക്റ്റ് ചെയ്യുക. നമ്മൾ കാരണവന്മാർ ചെയ്യുന്ന പോലെ തന്നെ ടു ടേക്ക് സർട്ടൻ ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ കാരണം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അറിയാമല്ലോ, കാരണം മുതിർന്നവരുണ്ടെങ്കിൽ അവരാണ് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അഗെയിൻസ്റ്റ് ആക്ഷൻസ്, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതേ പറയുന്ന പ്രസിഡൻറ്റ് എന്ന് പറയുന്ന കാരണവരാണെന്ന് ഓർക്കുക. അപ്പോൾ എംപ്ലോയീസ് എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും. അപ്പോൾ ഇതും ഓർത്ത് വെക്കുന്ന ഒരു പോയിൻ്റാണ്. ടു ഓപ്പറേറ്റ് ജോയിൻറ്റ് അക്കൗണ്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ്സ് അക്കൗണ്ട്സ്, അതായത് സൊസൈറ്റിയുടെ ജോയിൻറ്റ്സ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതാണ്. ടു ഹിയർ ദ അപ്പീൽ അഗെയിൻസ്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസിനെതിരെ അപ്പീൽസ് കൊടുക്കുക. പിന്നെന്താണ്? ടു ഡു ഓൾ അതർ ഡ്യൂട്ടീസ് ബൈ ലോ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും
മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രസിഡൻ്റ് ആരാണ്? പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കാരണവറാണെന്ന് ചിന്തിക്കാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ കാരണവർ എന്ത് ചെയ്യും? പോളിസി മേക്കിങ്ങിന് അതിനനുസരിച്ച് ഡിറക്ഷൻ കൊടുക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ മുതിർന്ന വീട്ടിലത്തെ അംഗം നോക്കി നടത്തും. നമ്മളെ വല്യച്ഛനൊക്കെ നോക്കി നടത്തുന്ന പോലെ ഈ പ്രസിഡൻ്റ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. അതേപോലെ മീറ്റിങ്സൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മളിത് നോക്കി നടത്തും. അതേപോലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് അക്കൗണ്ട് പ്രോപ്പറായിട്ട് റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് കാസ്റ്റിംഗ് വോട്ട്. ഈക്വൽ വോട്ട് വരുന്ന സമയത്ത് കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടത് ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ. പിന്നെന്താണ്? അത് ഡിസിപ്ലിനറി ആക്ഷൻസ് നമ്മളെടുക്കുന്നില്ല. മുതിർന്ന വീട്ടിലെ വലിയച്ഛനൊക്കെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കുന്നില്ല. അതേപോലെ സൊസൈറ്റിയിൽ ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനും, അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസുകൾക്ക് എതിരെയുള്ള അപ്പീലുകൾ ഹേർഡ് ചെയ്യും. രണ്ടും ശിക്ഷയും, അതായത് നമ്മൾ ശിക്ഷിക്കുക, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയും ചെയ്യും, അതേപോലെ അതിൻ്റെ അപ്പീൽസ് ഹിയർ ചെയ്യുകയും ചെയ്യും. ആര്? ചീഫ് എക്സിക്യൂട്ടീവ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം വലിയച്ഛനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എടുത്തിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസിൻ്റെ അപ്പീൽസ് നമ്മൾ കേൾക്കും, കൊച്ചുമക്കളുടെ കേൾക്കുമല്ലോ. അതേപോലെ ടു ഹിയർ ദ അപ്പീൽ എഗെയിൻസ്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഇതാണ് മെയിനായിട്ടുള്ള ഓർക്കേണ്ട കാര്യം. ഇനി സെക്രട്ടറി, ഡ്യൂട്ടീസ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 13 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. പിന്നെന്താണ്? ടു കൺവെൻ ജനറൽ ബോഡി മീറ്റിംഗ്. To convene general body meeting as per the decision of the committee. To convene general body meeting. general body meeting convene ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവെൻ ചെയ്യണം. ആര് പറഞ്ഞിരിക്കുന്നതാണ്? മാനേജിങ് കമ്മിറ്റി അല്ലേ? മാനേജിങ് കമ്മിറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് വൺ ഓഫ് ദി ഇതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ടു കൺവെൻ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുക ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മാനേജിങ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇത് നടത്തുന്ന. അപ്പോൾ നമ്മൾ അവിടെ നോക്കുക, ടു കൺവെൻ ജനറൽ ബോഡിയിൽ നമ്മൾ എവിടെ പഠിച്ചു? ടു കൺവെൻ ജനറൽ ബോഡിയിൽ നിന്ന് നമ്മൾ എവിടെയാണ് പഠിച്ചത്? മാനേജിങ് കമ്മിറ്റിയിലല്ലേ. അപ്പോൾ ആരാണ് ഇത് നടത്തുന്നത്? ആരാണ് നടത്തുന്നത്? ആരാണ്? രജിസ്ട്രാറാണ് നമ്മൾ നടത്തുന്നത്. പിന്നെന്താണ്? ടു പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് നെസസറി റിപ്പോർട്ട് ഡിസിഷൻ അറ്റ് ദ ടൈം ഓഫ് മീറ്റിംഗിൻ്റെ സമയത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ടു റെൻഡർ അസിസ്റ്റൻസ് ടു മാനേജിങ് കമ്മിറ്റി ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. സോ അപ്പോൾ നമ്മൾ ഈ പോളിസീസ്, മാനേജിങ് കമ്മിറ്റീൻ്റെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, ഡിറക്ഷൻസ് കൊടുക്കുന്നതിൽ 2 ആളുകളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് പ്രസിഡൻറ്റും ഒന്ന് സെക്രട്ടറി എന്ന് പറയുന്നത്. ദെൻ ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻസ് ഓഫ് ദ ജനറൽ ബോഡി, മാനേജിങ് കമ്മിറ്റി എക്സെട്ര. അപ്പോൾ മാനേജിങ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞില്ലേ, പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞില്ലേ മാനേജിങ് കമ്മിറ്റിയുടെ കാര്യത്തിൽ. ആ പ്രോപ്പർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരാണ് രജിസ്ട്രാറാണ്. അപ്പോൾ അതൊക്കെയാണ് ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുന്നത് രജിസ്ട്രാറാണ്. അതേപോലെ മാനേജിങ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നത് അധികാരന്മാർക്കാണ്, രജിസ്ട്രാർക്കാണ്. അതേപോലെ പ്രസിഡൻറ്റും രജിസ്ട്രാറും ചേർന്നിട്ട്, പ്രസിഡൻറ്റും മറ്റുള്ള രജിസ്ട്രാറൊക്കെ ചേർന്നിട്ടാണ് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ നൽകുന്നത്, പോളിസീസ് പ്രോഗ്രാംസൊക്കെ. അതേപോലെ ജനറൽ ബോഡി എടുക്കുന്ന കാര്യങ്ങളും മാനേജിങ് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷനുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? അതേപോലെ ഗൈഡൻസ് ഡിറക്ഷൻ ഓഫ് സബോർഡിനേറ്റ്, അത് വെക്കാം. ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, അതൊക്കെ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. ടു ഹോൾഡ് ദി കസ്റ്റഡി ഓഫ് ക്യാഷ് ബാലൻസ്, ഇതിവിടെ ശ്രദ്ധിക്കുക. ടു ഹോൾഡ് ദി കസ്റ്റഡി ഓഫ് ക്യാഷ് ബാലൻസ്, അതായത് ക്യാഷ് ബാലൻസോ സെക്യൂരിറ്റീസോ മറ്റുള്ള വാല്യുബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് ആരാണ് നിയന്ത്രിക്കുന്നത്? രജിസ്ട്രാറാണ്. അപ്പോൾ ഒരു കാര്യം, അതായത് മാനേജ് അക്കൗണ്ട്സ് ഓൺ ദ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ഡ്യൂട്ടിയും, പിന്നെ അതേപോലെ കസ്റ്റഡി, ക്യാഷ് ബാലൻസ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുക, സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? രജിസ്ട്രാറുടെ, അതായത് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസുമാണ്.
പിന്നെ എന്താണ് ടു റിസീവ് മണി ആൻഡ് മേക്ക് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ മണി മേക്ക് ചെയ്യുക. ടു ഇൻവെസ്റ്റ് സർപ്ലസ് ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു സർപ്ലസ് ഫണ്ട്, ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ആരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നത്? മാനേജിങ് കമ്മിറ്റിയാണ് ഡിസിഷൻ എടുക്കുന്നത് പറയില്ലേ. അപ്പോൾ അത് ആരാണ് മാനേജിങ് കമ്മിറ്റി ഡിസിഷൻ എടുക്കുന്നത്? മാനേജിങ് കമ്മിറ്റി അല്ല ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ് പറയുന്നത്. ടു ഇൻവെസ്റ്റ് സർപ്ലസ് ഫണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ ദ ഡിറക്ഷൻ ഓഫ് ദ മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നു, രജിസ്ട്രാർ അതിനെ നടപ്പിലാക്കുന്നു. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ടു ഓപ്പറേറ്റ് ജോയിൻസ് അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി, ജോയിൻസ് അക്കൗണ്ട് സെയിം തന്നെയാണ്. ടു ഡീൽ ഇൻ ലീഗൽ മാറ്റേഴ്സ് ആർബിട്രേഷൻ കേസസ്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ടു റെപ്രസെൻറ്റ് സൊസൈറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് സെമിനാർ കോൺഫറൻസ്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെമിനാർസ് അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുക. ടു പ്രിപ്പയർ സബ്മിറ്റ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അസിസ്റ്റൻസ് ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഈ പറയുന്ന ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? സെക്രട്ടറിയുടെ ഡ്യൂട്ടി. കുറച്ചും കൂടി ഈസിയാണ്. നെക്സ്റ്റ് ആണ് ലിക്വിഡേറ്റർ. സെക്ഷൻ 73 അതേപോലെ റൂൾ 69 പറയുന്നതാണ് ദ പേഴ്സൺ ഹൂ ഈസ് വൈൻഡിങ് അപ്പ്, ഹു ഇനീഷ്യേറ്റഡ് ടു വൈൻഡിങ് അപ്പ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ് ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്ററിനും കുറച്ച് അദ്ദേഹത്തിൻ്റെതായുള്ള പവേഴ്സുകളുണ്ട്. എന്താണ്? അതായത് ദ ലിക്വിഡേറ്റർ ഷാൽ പബ്ലിഷ് ദ നോട്ടീസ് റിക്വയറിംഗ് ഓൾ ക്ലെയിംസ് എഗെയിൻസ്റ്റ് സൊസൈറ്റി സബ്മിറ്റഡ് വിത്ത് ഹിം വിത്തിൻ എ പീരിയഡ് ഓഫ് 2 months. അപ്പം എന്താണ് സൊസൈറ്റി എന്തെങ്കിലും ക്ലെയിമൊക്കെ ഉണ്ടെങ്കിൽ, സൊസൈറ്റിക്ക് അതിൽ എന്തെങ്കിലും ക്ലെയിമൊക്കെ ഉണ്ടെങ്കിൽ 2 months പബ്ലിഷ് ചെയ്യുക. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കേസുകൾ, ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇതാക്കുക. അതേപോലെ ലീഗൽ ഹയേഴ്സ്, നോമിനീസ് ഇവരുടെയൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുക. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ലിക്വിഡേറ്ററാണ്. അതേപോലെ ക്ലെയിം എഗെയിൻസ്റ്റ് സൊസൈറ്റി, അതിൻ്റെ പ്രയോറിറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ലിക്വിഡേറ്ററാണ്. പിന്നെ എന്താണ്? ഹി ഷാൽ ഹാവ് ദ പവർ ടു ഡിസൈഡ് വിത്ത് എ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് മെമ്പറാണോ ഡിസിസ്റ്റഡ് മെമ്പറാണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. അതേപോലെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വെനെവർ നെസസറി, അതായത് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് വിളിക്കാനുള്ള അധികാരമൊക്കെ ആയിരിക്കാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡേറ്ററാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ആരുടെ പവറാണ്, എന്താണ് ചെയ്യുന്നത്, ആരുടെ ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് വരുന്നതിൻ്റെ അപ്ഡേഷൻ കിട്ടും. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാകാം, അതേപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആവാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആവാം. അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നെ കാണാം. ടിൽ ദെൻ ബൈ.